4 വർഷമായി എപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച് കിടപ്പിലായിരിക്കുകയാണ് ആലപ്പുഴ ആര്യാട് സ്വദേശി ജിതിൻ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അതിനുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് കുടുംബം. കയ്യിലെ മഞ്ഞ നിറമായിരുന്നു രോഗലക്ഷണം. ദിനംപ്രതി നിറം കൂടി വന്നതോടെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ ചികിത്സ തേടി. എപ്ലാസ്റ്റിക് അനീമിയാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കോവിഡിന് ശേഷമാണ് യുവാവിന് അപൂർവ രോഗം പിടിപെട്ടത്. നിലവിൽ ചികിത്സയ്ക്കായി 10 ലക്ഷത്തോളം രൂപയാണ് ചെലവായത്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സ നടത്തിയത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള വലിയ ഭാരിച്ച ചെലവുകൾ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ 30 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ കൊണ്ട് ഇത്രയും തുക സമാഹരിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉറപ്പാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് ജനകീയമായിട്ടുള്ളൊരു സമാഹരണം വെച്ചിരിക്കുന്നത്. ആ സമാഹരണത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇതിൻ്റെ യോഗങ്ങളൊക്കെ നടന്നു. നല്ല പങ്കാളിത്തത്തോടെ യോഗങ്ങൾ കൂടാൻ സാധിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് 8-ാം തീയതി ഈ ചികിത്സയ്ക്ക് ആവശ്യമായ 30 ലക്ഷം രൂപയും സമാഹരിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സഹായം അഭ്യർത്ഥിച്ച് വാർഡംഗം ബിപിൻ രാജിനെ ജിതിന്റെ കുടുംബം സമീപിച്ചതോടെയാണ് ജനകീയ ഇടപെടലിന് വഴി തുറന്നത്. പി ചിത്തരഞ്ജൻ MLA നിർദ്ദേശാനുസരണം ത്രിതല പഞ്ചായത്തുകളെയും വിവിധ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനകളെയും ബന്ധപ്പെടുത്തി ജിതിൻ ജീവൻ രക്ഷാ സമിതി രൂപീകരിച്ചു. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന തുക 8-ാം തീയതി ക്രൗഡ് ഫണ്ടിംഗ് വഴി കണ്ടെത്താനാണ് ശ്രമം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 30 ലക്ഷത്തോളമാണ് ചെലവ്. ഇതുകൂടാതെ തുടർ പരിചരണത്തിന് 10 ലക്ഷത്തിലധികം തുകയും ചെലവ് വരും. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന പിതാവും മാതാവും ഒരു സഹോദരിയും അടങ്ങുന്നതാണ് ജിതിന്റെ കുടുംബം. ജിതിനായി SBI അവലൂക്കുന്ന് ബ്രാഞ്ചിൽ ജിതിൻ ജീവൻ രക്ഷാ സമിതി അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.